എതിരാളികൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന കുപ്രചരണങ്ങൾ തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്ന് എംഎൽഎ എ.പി. അനിൽകുമാർ പറഞ്ഞു. വണ്ടൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തുന്നതിലൂടെ ചിലർക്ക് ആത്മസംതൃപ്തി ലഭിക്കാമെങ്കിലും അത് ജനങ്ങളിൽ യാതൊരു സ്വാധീനവും സൃഷ്ടിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ലൊക്കേഷൻ വൈസ് നമുക്ക് തിരുവാലി വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. പല ഭാഗത്തേക്കും പോകാൻ കഴിയും. വണ്ടൂർ ആസ്ഥാനത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ല തിരുവാലി ആസ്ഥാനമാക്കുന്നതാണ് അതിന്റെ ഗുണം കിട്ടുമെന്ന് പറയുമ്പോൾ തിരുവാലിയിൽ നമ്മൾ ഫയർ സ്റ്റേഷൻ കൊണ്ടുവന്നു. ഇന്ന് എവിടെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഓടിയെത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഫയർ സ്റ്റേഷനായാലും വിദ്യാഭ്യാസ ജില്ലയായാലും അതുപോലെ തന്നെ ഹോമിയോ ക്യാൻസർ ഹോസ്പിറ്റലായാലും അങ്ങനെ എടുത്തു പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുള്ളത് കൊണ്ടാണ് വിമർശനം വരുമ്പോൾ ഞാൻ അതിലൊരു പ്രയാസം തോന്നാത്തത്. കാരണം ഒരു കാര്യത്തിലും ഞാൻ ഇതിനകത്തൊരു വീഴ്ച വരുത്തിയിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും അതുപോലെ പ്രതിപക്ഷ MLA ആയിരിക്കുമ്പോഴും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ നിയോജകമണ്ഡലത്തിന് ചെയ്തിട്ടുണ്ട്. അത് എണ്ണി പറയാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികളായിട്ട് ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എനിക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പ് എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം വർഷങ്ങളായി വണ്ടൂരിലെ ജനങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയാം. അവർക്ക് എൻ്റെ സ്വഭാവം എന്താണെന്നറിയാം. എൻ്റെ കഴിവുകളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ അവരിൽ ഒരാളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നവർക്ക് അവർക്കൊരു സംതൃപ്തി എന്നല്ലാതെ അത് ജനങ്ങളെ ഇടയിൽ അത് മാറ്റിമറിക്കാൻ കഴിയില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം ഒരു ആത്മബന്ധം എനിക്ക് വണ്ടൂരിലെ ജനങ്ങളോടുണ്ട്. വണ്ടൂരിലെ ജനങ്ങളാണ് ഇന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, MLA എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വണ്ടൂരിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. എൻ്റെ ഏത് വളർച്ചയും വണ്ടൂരിലെ ജനങ്ങളുടെ പിന്തുണയാണ്, അവരുടെ സഹകരണമാണ്, അവരുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി വരുമ്പോഴും എൻ്റെ ആത്മബലം എന്ന് പറയുന്നത് വണ്ടൂരിലെ ജനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് ഉറപ്പാണ്, എന്തൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും വണ്ടൂരിലെ ജനങ്ങൾ എന്നോടൊപ്പം UDF-നോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വികസന കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന ആളല്ല ഞാൻ. വണ്ടൂരിലെ ജനങ്ങൾ തന്നെയാണ് അതിന്റെ സാക്ഷികൾ. എന്റെ കഴിവും കുറവും അറിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഞാൻ പൊതുപ്രവർത്തകനായി വളർന്നിട്ടുണ്ടെങ്കിൽ അത് വണ്ടൂരുകാരുടെ പിന്തുണയും സ്നേഹവും കൊണ്ടാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മണ്ഡലത്തിൽ 1106.18 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി അദ്ദേഹം അവകാശപ്പെട്ടു. ജലജീവൻ മിഷനിൽ മാത്രം 621.52 കോടി ചിലവഴിച്ച് സംസ്ഥാനത്ത് മുൻപന്തി മണ്ഡലങ്ങളിലൊന്നായി വണ്ടൂർ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ 247.26 കോടിയുടെ പ്രവൃത്തികളും നടപ്പാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചത് വണ്ടൂരിനാണ്, 62.62 കോടി. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 21.61 കോടിയും വിനിയോഗിച്ചു. രണ്ടാം ഹാട്രിക് വിജയത്തിനായി ഒരുങ്ങുന്ന അദ്ദേഹം ഭാവി പദ്ധതികളും വിശദീകരിച്ചു. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, മമ്പാട്ടുമൂലയിലെയും തുവൂരിലെയും പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക, നിയോജകമണ്ഡലത്തിലെ റോഡുകൾ പരമാവധി റബ്ബറൈസ്ഡ് ചെയ്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നീ പേജുകൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക.